ഹായ്, നമ്മൾ ഇന്ന് പോകുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ സുല വൈൻയാർഡിലോട്ടാണ്. നാസിക് അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യയിലെ വൈൻ സിറ്റി എന്ന പേരിലാണ്. സുല വൈൻ നാസിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 22 നാസിക് എയർപോർട്ടിൽ നിന്നും 32 കിലോമീറ്റർ ദൂരമുണ്ട്. മഹാരാഷ്ട്രയിലെ തന്നെ മോസ്റ്റ് അട്രാക്റ്റീവ് ടൂറിസ്റ്റ് സ്പോട്ടിൽ ഒന്നാണ് നാസിക്കിലെ സുല വൈൻയാർഡ്. മുന്തിരിത്തോപ്പുകളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന സുല വൈൻയാർഡ് കാണാൻ ലോകമെമ്പാടുമുള്ള വൈൻ ആരാധകർ വരാറുണ്ട്. ജനുവരി ഫെബ്രുവരി മാസമാണ് സീസൺ ടൈം. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിങ്ങൾ ഈ രണ്ട് സൈഡും കാണുന്ന മുന്തിരി വള്ളികൾ തളിർക്കുകയും മുന്തിരി കൊലകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ കാണുന്നതിനെക്കാട്ടിയും ഒരുപാട് ഭംഗി ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ജനുവരി ഫെബ്രുവരി എപ്പോഴും മോസ്റ്റ് അട്രാക്റ്റീവായി തോന്നുന്നതും വൈൻ സഞ്ചാരികൾ ഈ സുല വൈൻയാർഡിലോട്ട് ഒരുപാട് വരുന്നത്. സുല വൈൻയാർഡ്സിലോട്ടുള്ള കവർ ചാർജ് 600 രൂപയാണ് വീക്ക് ഡേയ്സിൽ. വീക്കെൻഡ്സിൽ 1000 രൂപ, ഹോളിഡേയ്സിലും 1000 രൂപയാണ്. നമ്മൾക്ക് ഓൺലൈൻ മുഖാന്തരം ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ കൗണ്ടർ വഴിയും നമുക്ക് കവർ ചാർജ് പേ ചെയ്തിട്ട് ഉള്ളിലോട്ട് പോകാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ സുല വൈൻയാർഡിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന വൈൻയാർഡാണിത്. സോ കൂടുതൽ വിശേഷങ്ങൾക്കായി ഗൈസ് നമുക്ക് ഉള്ളിലോട്ട് പോകാം. പ്ലീസ് കം വിത്ത് മീ. നമ്മൾ അകത്തോട്ട് കയറുന്നത് നമ്മളെ വെൽക്കം ചെയ്യുന്നതിന് സുലയുടെ ഹാർട്ട് സിമ്പിൾ വെച്ചിട്ടുള്ള ആക്ച്വലി ഇതിൻ്റെ രാത്രിയിലെ വ്യൂ ആണ് ഏറ്റവും കാണാൻ ഭംഗി. സോ ഇത് നല്ലതാണ്. ഇതിൻ്റെ പുറകിൽ കാണുന്ന ബോട്ടിൽസ് അവിടോട്ട് നമ്മൾ പോവാം. അവിടെ എന്താണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ റൈറ്റ് സൈഡ് കാണുന്നതാണ് സുഹൃത്തുക്കളെ റാസ റെസ്റ്റോറൻറ്റ്. ഇത് നോർമൽ റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് എന്താ പറയുക, വൈനും ഭക്ഷണങ്ങളെല്ലാം ഇവിടെ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബോട്ടിലിൻ്റെ മോഡൽസാണ്. സുല വൈൻയാർഡിൻ്റെ തന്നെ ബ്രാൻഡായ റാസ, മൊസ്കാറ്റോ, ഡിൻഡോറി അങ്ങനെയുള്ള മോഡൽസ് ഫോർ ദ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി അവർ നല്ല ബെറ്റർ വ്യൂ ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. സമയം ഇപ്പോൾ 4-4:30 നമുക്ക് ഒരു 7-7:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് ലൈറ്റ്നിങ് എല്ലാം കൂടെ കാണുമ്പോൾ തന്നെ ഒരു എൻ്റയർലി വ്യൂ ഒന്നുകൂടെ ബ്യൂട്ടിഫുള്ളായി തോന്നും ആക്ച്വലി. ഫ്രണ്ട്സ്, ഇത് റാസ റെസ്റ്റോറൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മോഡൽസാണ്. ഇത് വന്നിട്ട് സുല വൈനിലോട്ട് എൻട്രി ആവുന്നതിൻ്റെ റൈറ്റ് സൈഡ് തന്നെയുള്ള വ്യൂസാണ്. ഇവിടെ ചെറിയ സ്റ്റേജ്, അങ്ങനെ DJs പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. സുല ഫെസ്റ്റ് നടക്കുന്നതും ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. ഇത് സുല വൈനിൻ്റെ തന്നെ ബോട്ടിൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഗോപുരമാണ്. അത് അവർ വളരെ മനോഹരമായി തന്നെ ഒരു ഗോപുരത്തിൻ്റെ ഷേപ്പിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാനായിട്ട് നല്ലൊരു വ്യൂ തന്നെയാണിത്. ഇത് ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ വെച്ചിരിക്കുന്ന 4 ബോട്ടിൽസിൻ്റെ മോഡലാണ്. ഇവിടെ ഫോട്ടോ സെഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട്. അതിലൊരു പ്രധാന സ്പോട്ടാണിത്.
ഒരു കാര്യം പറയാൻ മറന്നു സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം കൊടുത്ത കവർ ചാർജ് ഉണ്ടല്ലോ, അതായത് 600 രൂപ, അല്ലെങ്കിൽ നമ്മൾ വീക്കെൻഡ്സിൽ വരികയാണെങ്കിൽ 1000 രൂപ. ഈ കവർ ചാർജ് കൊണ്ട് നമുക്ക് വൈനും വാങ്ങിക്കാം, റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഇവിടെ ഒരുപാട് എന്താ ഗിഫ്റ്റ് ഷോപ്പുകളുണ്ട്, ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിക്കാം. എങ്ങനെ വേണമെങ്കിലും ആ പൈസ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് അതിന് കവർ ചാർജ് എന്ന് പറയുന്നത്. സുല വൈനിലെ പ്രധാന ആകർഷങ്ങൾ ടൂർ ആൻഡ് ടേസ്റ്റിംഗ്, ഗിഫ്റ്റ് ഷോപ്പ് ആൻഡ് ദ ബോട്ടിൽ ഷോപ്പ്. ഇതിൻ്റെ ടൈമിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. 11:30 to 11:30 വിൽ ബി സ്റ്റാർട്ടഡ് ഓൺ എവറി ഡേ, ആൻഡ് 7:30 വരെ വീക്ക് ഡേയ്സിലും 8:30 വരെ വീക്കെൻഡ്സിലും സുല വൈൻ ഓപ്പൺ ആയിരിക്കും. ബട്ട് ദ വൈൻ ടേസ്റ്റിംഗ് 11 മണി തൊട്ടിട്ട് നമുക്ക് രാവിലെ 11 മണി തൊട്ടിട്ട് വൈകുന്നേരം 11 മണി വരെ വൈൻ ടേസ്റ്റിംഗ് അലൗഡ് ആണ്. നമ്മളിപ്പോൾ പോകുന്നത് വന്നിട്ട് നമുക്ക് ബോട്ടിൽ ഷോപ്പിൽ പോവാം. നമുക്ക് ബോട്ടിൽ ഷോപ്പിൽ പോയിട്ട് അവിടെ എന്താണ് നോക്കിയിട്ട് വരാം. സുഹൃത്തുക്കളെ, ഇവിടെ നിന്ന് നമുക്ക് വൈൻ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാം. നമുക്ക് വൈനിനെ പറ്റി വലുതായിട്ട് അറിവില്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചാൽ അവർ എക്സാക്ട്ലി നമുക്ക് ബ്രീഫ് ചെയ്ത് തരും. ഏത് വൈൻ സ്വീറ്റാണ്, ഏത് വൈൻ സോറാണ്, ഏത് വൈനാണ് ഏറ്റവും മോസ്റ്റ് ആയിട്ട് വിൽക്കപ്പെടുന്നത്. അതെല്ലാം ഇവിടുത്തെ സ്റ്റാഫ് ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. അവർ നമുക്ക് എക്സാക്ട്ലി വിവരിച്ചും തരും. നമുക്ക് ഏത് വൈൻ വേണമെന്ന് അവർ എക്സാക്ട്ലി സജഷൻ ചെയ്യും. ഗിഫ്റ്റ് ഷോപ്പ്. ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഗ്ലാസ് കളക്ഷൻസ് ആണ്. പിന്നെ ഇവരെ തന്നെ ചോക്ലേറ്റ്സ് ഉണ്ട്, ഇവരെ തന്നെ സ്നാക്സ് ഉണ്ട്, ബോട്ടിൽ ഓപ്പണർ, ബോട്ടിൽ കാരിയർ, ക്യാപ്പ്, ടീഷർട്ട്, ബാഗ്, അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. നമ്മളെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വളരെ എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ മാക്സിമം കണ്ടിട്ടുള്ളത്. കുറച്ച് ലക്ഷറിയാണ്, പക്ഷെ നമുക്ക് അഫോർഡബിളും ആണ്. അത്ര വലിയ വിലയുണ്ടോ എന്ന് വെച്ചാൽ വിലയൊന്നുമില്ല, പക്ഷെ വിലയുണ്ടോ എന്ന് വെച്ചാൽ വിലയുണ്ട്. സോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ സുഹൃത്തുക്കളെ, എങ്ങനെയുണ്ടെന്ന്.
വൈൻ ടേസ്റ്റിംഗ് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കൗണ്ടർ. ഇവിടുന്ന് രജിസ്ട്രേഷൻ ചെയ്തിട്ട് 10 to 15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ വൈൻ ടേസ്റ്റിങ്ങിന് വേണ്ടി അവർ വിളിക്കും. അപ്പോൾ നമ്മൾ വൈൻ ടേസ്റ്റിംഗ് ഇതിനകത്ത് അകത്തോട്ട് പോയിട്ട് അവിടെ വൈൻ ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് വൈൻ ടേസ്റ്റിംഗ് ചേംബർ. ഇവിടെ നമുക്ക് അവർ നന്നായി ബ്രീഫ് ചെയ്ത് തരും, എങ്ങനെയാണ് ഹൗ ടു ഹാൻഡിൽ ദ ഗ്ലാസ്, പിന്നെ എങ്ങനെയാണ് വൈൻ കുടിക്കുന്ന രീതികൾ, അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ബ്രീഫ് ചെയ്ത് തരും. അവർ ടേസ്റ്റിങ്ങിനായിട്ട് 3 to 4 അല്ലെങ്കിൽ 5 തോന്നുന്നു മാക്സിമം വൈൻ ബോട്ടിൽ നമുക്ക് ടേസ്റ്റിങ്ങിന് വേണ്ടി തരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആഹാ, അടിപൊളിയാണല്ലോ. കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുട്ടോ. നിറയെ ആർക്കും കൊടുക്കാറില്ലെന്ന് തോന്നുന്നു. ഇനി നമുക്ക് മുകളിൽ റെസ്റ്റോറൻറ്റിലോട്ട് പോകാം. നമ്മളെടുത്ത കവറേജ് ഞാൻ ഇവിടെ തന്നെ യൂട്ടിലൈസ് ചെയ്യും. നമ്മളെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വൈൻ, പിന്നെ എന്തെങ്കിലും അല്പം കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലത്തെ വ്യൂ കാണണ്ടേ. റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലത്തെ വ്യൂ സന്ധ്യാസമയത്തും വളരെ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിലോട്ട് പോകാം എന്തായാലും. ഞാൻ നേരത്തെ പറഞ്ഞ റാസ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശമാണ് കേട്ടോ ഇത്.
സുഹൃത്തുക്കളെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കട്ടയ്ക്ക് കൂടെ നിൽക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.